ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഡിസ്നി ലാൻഡിലേക്കാണ്, ഹോങ്കോങ്ങിലുള്ള ഹോങ്കോങ് ഡിസ്നി ലാൻഡ്. അങ്ങനെ നല്ല മഴയത്താണ് നമ്മുടെ യാത്ര. ഒരേപോലത്തെ ഡ്രസ്സെല്ലാം ഇട്ടതാ, വൈറ്റ് അല്ല കൊളാവും. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക പുറത്ത്. നമ്മൾ പൊന്നൂര് കുറച്ച് സങ്കടമായി. നമ്മളിത് ഒരമ്മ പറ്റ മക്കളെ പോലെ ഒരേ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങിയിരിക്കുക. ഇതെന്താ പൊന്നൂൻ്റെ ബാക്കിലില്ല അല്ലേ? നമ്മളെ പോലെ പൊന്നൂൻ്റെ ബാക്ക് പ്ലെയിനാ. അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ വന്നതാ. പക്ഷെ പ്ലാന് വേറെ ആയിപ്പോയി പഠിച്ചോണ്ട്. നമ്മൾ ഓൾറെഡി ഹോങ്കോങ്ങിൽ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ദുബായിൽ നിന്ന് തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു. കാരണം എന്നാൽ പിന്നെ അവിടെ നിന്നുള്ള റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നല്ല മഴയാണ്. ഇന്നത്തെ അവസ്ഥ നോക്കാം. ആക്ച്വലി നമ്മളുടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു വെച്ചാൽ ഇനി ഡിസ്നി ലാൻഡ് ഓപ്പൺ ആവില്ല എന്നായിരുന്നു. ബട്ട് അവിടെ ഓപ്പൺ ആയിരുന്നു. എല്ലാവരും നോർമൽ ഒരു ഡേ പോലെ തന്നെ. ചില ആൾക്കാർ റെയിൻ കോട്ടൊക്കെ ഇട്ടിരുന്നു, പിന്നെ അംബ്രല്ല എടുത്ത്. ആ ഒരു ഡിഫറൻസേ നമുക്ക് ഫീൽ ചെയ്തുള്ളൂ. അങ്ങനെ ഡിസ്നി ലാൻഡിൽ അതിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചത് റെയിൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ വലിയ ക്രൗഡൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പോലെ ഫോട്ടോ എടുക്കണേ. ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം. So excited! മഴയായതുകൊണ്ട് തന്നെ അത് വേറൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം അത് നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. എന്തായാലും അകത്ത് കയറിയിട്ട് നോക്കാം, അതായത് റൈഡ്സൊക്കെ ഓപ്പൺ ആണോ എന്ന്. എന്തായാലും അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 2 hours കൂടി കഴിഞ്ഞാൽ അവർ വെതർ ഫോർകാസ്റ്റിങ്ങിൽ മഴ നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ഇൻഡോറിലുള്ളതൊക്കെ ചെയ്യാമെന്നാണ് അവർ നമ്മൾ എൻട്രൻസ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ശരിക്കും അവിടെ എത്തിയപ്പോൾ നല്ല എന്താ പറയാൻ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോഷൂട്ട്, വീഡിയോ അങ്ങനത്തെ ഒക്കെ എടുക്കായിരുന്നു. രസമുണ്ടായിരുന്നു. അതിങ്ങനെ വെറുതെ നോക്കി നിൽക്കാൻ തന്നെ ആ ഒരു കാസിൽ. അപ്പോഴത്തേക്ക് മഴ ഒന്നും ഇറങ്ങട്ടെ. പൊന്നിനൊന്നും മനസ്സിലാവുന്നില്ല, അതാ പ്രശ്നം. ഓവർ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഓളാ ചിരിയൊന്നും വരുന്നില്ല. എല്ലാരും എന്നാ ചെയ്തോ, ഫോൺ ചെയ്യണ എന്നാ ചെയ്തോ. ഒന്ന് ഫേസ് പെയിന്റിങ് ചെയ്യണം. പൊന്നിന്റെ ഫേസിൽ എന്തൊരു ടെൻഷൻ പോലെ. പൊന്നോ This was the first ride we went in Disneyland. I was so excited. It was of the story Winnie the Pooh. It was such a nice ride. It was so colorful and it literally felt like I was in the story. Like, that was definitely a good first ride.
to say നമ്മളിങ്ങനെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുക്കാണ്, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ മഴയത്ത് നടക്കുന്ന 4 ത്രിമൂർത്തികളല്ല, നല്ല മഴയാ പെയ്തോണ്ടിരിക്കുന്നത്. ബട്ട് എല്ലാരും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ. അവര് ഇതൊന്നും ബോധർ ചെയ്യുന്നേ ഇല്ല അടുത്ത ആൾക്കാരാ. പിന്നെ നമ്മളും നമ്മളുടേതായ രീതിയിൽ ഇതാ 2 ആത്മാക്കള്. അത് വെച്ചിട്ടിരിക്കേ ഷാനു, അത് അടിയിലാക്കിയിട്ടിരിക്കുക, എന്നാലും നനയൂല. പിന്നെ നമ്മൾ കയറിയത് ഈ ഒരു ട്രെയിനിലാണ്. ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 20 മിനിറ്റ്സ് വരുന്നുണ്ട് ഈ ഒരു റൈഡ്. രസമുണ്ടായിരുന്നു. ആ ഒരു എന്താ പറയാൻ, ഒന്നാമത് നല്ല മഴ അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ 2 ട്രെയിൻ ഉണ്ടടാ, 2 നമ്പർ 2. Guys, in Hong Kong labor in Disneyland. ഇത് നമ്മളെ റാങ്കി സ്പീക്കിംഗ് നമ്മൾ ഡ്രസ് മാറിപ്പോവില്ല. 铁路火车。幻想世界係一個永恆嘅王國，充滿幻想同埋美。童年時代嘅夢想都會喺度實現，仲有。പിന്നെ ഇങ്ങനെ നമുക്ക് സ്റ്റോളൊക്കെ കാണുന്നുണ്ടായിരുന്നു ഫുഡിൻ്റെ. പക്ഷേ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് തന്നെയാണ്. ചിക്കൻ അത് പപ്പക്ക് തന്നൂക്ക് അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഷാൻ അപ്പുറം ഇരുന്ന പപ്പക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയില്ല. ഇഷ്ടായവനോ ഷാനോ? ഇല്ല, കൊള്ളൂല, തോന്നുന്നതാ. ഇതെന്താ എന്റെ ക്യാപ്പ്? ഇന്ന് കൊറേ ഷോ എല്ലാം കുറവായിരിക്കൂടാ. പുറത്തുള്ളല്ലോ ഈ ഒരു ഡ്രസ് ഇട്ടിട്ട് വരുന്ന. ആ നല്ല രസമുണ്ടല്ലേ അല്ലൂക? പിന്നെ നന്നായി മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ബോട്ടിങ് പിന്നെ ഈ റോളർ കോസ്റ്ററൊക്കെ ഇപ്പോൾ തൽക്കാലം ഇല്ലയെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു വിഷമത്തിൽ നടക്കാണ് ഷാനു പൊന്നു. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും നോക്കുകയാണ്. Howdy, Sheriff Woody here. Hey, if you see Rex, act scared. He'll really appreciate it.
ഹായ് പൊന്നു കാക്ക ഞാൻ കാക്ക പൊന്നു കാക്ക പൊന്നിന്റെ ഫേസ് പെയിന്റ് പോയ വിഷമത്തില്ലേ മയത്ത് അങ്ങനെ ഇത് ഓപ്പണായി നമ്മൾ We were വീണ്ടും waiting, പോവുകയാണ് we were waiting for like 10 or 15 minutes and then it finally opened. ഇതാണ് ടാർസൻസ് ഹൗസ് പൊന്നാട് നിന്നാ നോക്കട്ടെ പൊന്നു സർ Look at me. 浸人喺森林河流之旅玩得開心，仲有。中间可以坐中间路线位置都可以，作为一个手机的运动帽，一直往前走啊，一直往前走。今日船長啊，Welcome to the jungle festival 啊！自己手嘅保持喺船入面，照顧好自己嘅小朋友啊！This is 這個碼頭，坐木筏到對面就可以去看望泰山的。If you want to go to the tree house, you can go to down and take the raft go to the other side, and you can visit the Thai Shan. Okay. Okay, now we're already going inside the jungle here. You can see that the mother elephant has been teaching the baby elephant using his trunk to clean the water. But don't worry, he's still a baby, so you can't catch your wet. Let's take a close look at. Over there, but you can see that mother elephant is sleeping, so let's go. 好啦，我哋繼續向前行啦。嗱，嚟到呢個已經開了一段時間，你看全部嘴巴都張開啊，在等着食物到來啊！哎呀，我們千萬不要把手這樣伸出去，哇，要不然呢就會變成當成午餐吃掉了。你看，哇，你都給我呢？水底也有一條鱷魚。好了，來到下一個地方，我們終於走回正。哇，我們現在已經沒有他們啦，我們要繼續往前走啦。നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ബോട്ട് റൈഡിങ്. നമ്മൾ ശരിക്കും ഒരു വലിയൊരു കാട്ടിലൊക്കെ എത്തില്ല, അതായത് നമ്മളെ ഫോറസ്റ്റിലെത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു ഉണ്ടായത്. എൻ്റെ മനസ്സിലുള്ള ഹോങ്കോങ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആയിരുന്നില്ല. എന്തോ ഒരു സാധനം തന്നെ വാങ്ങിക്കൊണ്ടിരുന്നുണ്ട്. ടർക്കി കോഴിയില്ലേ, അതിൻ്റെ ലെഗ് പീസാണിത്. അവിടുത്തെ ഒരു പ്രീമിയം സ്നാക്ക് തന്നെയാണ് ഈ ഒരു ടർക്കി ലെഗ്. അവിടെ എല്ലാവരും ഭയങ്കര, നമ്മൾ ചിക്കൻ ലെഗ് പീസൊക്കെ കഴിക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ നമുക്കിത് അത്യാവശ്യം നല്ല ഹെവിയാണ്. പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ, കാരണം മൊത്തം നമുക്കങ്ങനെ ഫുള്ളി കുക്ക്ഡ് തന്നെയായിരുന്നു. ബട്ട് നമ്മുടെ ചിക്കൻ തന്നെയായിരുന്നു ഫാർ ബെറ്റർ. അത് പിന്നെ ഓരോരോ, പക്ഷേ അവിടുത്തെ ഒരു ഫേമസ് സ്നാക്ക് തന്നെയാണ് ഈ ഒരു ടർക്കി ലെഗ് പീസ്. Take a step back. I don't understand. Oh, thanks, Jarvis. You just saved me a trip to the dry cleaners. Stark Vision HUD glasses never sleep. They stay continually connected to your home mind, Jarvis. Hi, I'm Tony Stark. അങ്ങനെ നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോവാം. The glasses look so cool. ഇത് നമ്മൾ റോളർ കോസ്റ്ററിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിൽ നിന്നെയാണ്. പക്ഷേ അതിനുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം മൊബൈൽ ഒറ്റയടിക്ക് പിന്നെ തെറിച്ചു പോകും.
പക്ഷെ സത്യം പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ. അങ്ങനെയുള്ള റോളർ കോസ്റ്ററിൽ 2-3 ഉണ്ട്. അപ്പോൾ അതൊക്കെ കയറി നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇപ്പം മഴയൊക്കെ നിന്നു, അതുകൊണ്ട് തന്നെ എല്ലാ റൈഡ്സും ഓപ്പണായി. അപ്പോൾ ഇനി കുറച്ച് മൊബൈൽ മാറ്റി വെച്ച് നമ്മൾ അങ്ങനെയുള്ള ത്രില്ലിങ് റൈഡ്സിലൊക്കെ കയറി, അഡ്വഞ്ചർ റൈഡ്സിലൊക്കെ കയറി എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങോട്ട് വാ. I'm gonna watch a show.再一力演旅程啊！奇異嘅地方、野生嘅猛獸，仲有英勇嘅事蹟，我哋打開佢啦！唔好啊，咪住！如果裏面有 recipes that bring the bare necessities of life. Wherever I wander, wherever I roam, I couldn't be found on my big. Too far, legs are required for choosing, dancing is strolling along down what's that word again? And cooking basically, just wonder when will my life begin? When will my life begin? What would I need to spend a day warm on the sand? സത്യം പറഞ്ഞാൽ നമ്മൾ മോർണിംഗ് മുതൽ ഈവനിങ് വരെ നല്ല അടിപൊളിയായിട്ട് അൽഹംദുലില്ലാ എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. മഴയായത് കൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റൂല. പക്ഷേ അൽഹംദുലില്ലാ എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. എല്ലാ റൈഡ്സിലും കയറാൻ പറ്റി. നല്ല ഹാപ്പിയായി തന്നെ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്നി ലാൻഡിലെ ഒരു കുഞ്ഞു വിശേഷങ്ങളെന്ന് പറയാം. സത്യം പറഞ്ഞാൽ അതിലുള്ള ഒരു കാൽഭാഗം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് എല്ലാം എടുക്കാൻ പറ്റില്ലല്ലോ, അവിടെ പോയി തന്നെ നമ്മൾ എൻജോയ് ചെയ്യാനാണല്ലോ. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമ്പോൾ ഒരു ഹാപ്പിനെസ് തരുന്നില്ലേ. അതായത് പൊന്നൂനൊക്കെ ഇഷ്ടമാവുന്ന അങ്ങനത്തെ കുറച്ച് വീഡിയോസാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഡിസ്നി ലാൻഡിൻ്റെ റൈഡ്സിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാവരും പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാസലിൻ്റെ മുന്നിലായി, അതായത് ഈ ഒരു കാസലിൽ തന്നെ ഇവർ സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ നമുക്ക് ഈ ലൈറ്റ് ഷോ കൊണ്ടും പിന്നെ ബാക്കി ഫയർ വർക്ക്സ്, ഇതിനിവർ പറയുന്നത് മൊമെൻറ്റസ് നൈറ്റ് ടൈം സ്പെക്ടാക്കുലർ എന്നാണ്. നമ്മൾ ഈ ഡിസ്നിയിൽ കാണുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നു ആ ഒരു കാസലിൻ്റെ മുമ്പിലായിട്ട്. അവരുടെ സ്റ്റോറീസൊക്കെ കാണിച്ച് അതിൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവില്ല, നേരിട്ട് തന്നെ കാണണം. അൽഹംദുലില്ലാ അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായി, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്നി ലാൻഡ് വിശേഷങ്ങൾ. എന്തായാലും ഹോങ്കോങ്ങിൽ, അതായത് നമുക്ക് ഇന്ത്യക്കാർക്ക് ഹോങ്കോങ്ങിൽ പോകാൻ വിസയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ പറ്റുന്നവരെന്തായാലും, അതായത് കുട്ടികളെയും കൊണ്ട്, കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഡിസ്നി ലാൻഡ്. അപ്പോൾ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട, അതായത് കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റി അവർക്ക് ഭയങ്കര ഹാപ്പിയാവും കുട്ടികൾ. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഡിസ്നി ലാൻഡ്.
അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും ഹോങ്കോങ്ങിലെ കുറച്ച് വിശേഷങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ Masalama.